യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്നുള്ള അടിപൊളി ഒരു ക്വസ്റ്റൻ ആണ് നോക്കിയേ. ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് എം മൂവിംഗ് വിത്ത് എ വെലോസിറ്റി വി എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി രണ്ടാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? ഈ പ്രൊപ്പോർഷണൽ ടു ഒന്ന് മാസ് ആണ്, അടുത്തത് വെലോസിറ്റി ആണ്. അവരുടെ പവർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവിടെ എയും ബിയും എന്ന പവർ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇക്വേഷൻ ആക്കി എഴുതാം. സോ ഈ ഈക്വൽ ടു എന്ത് പറയാം, കോൺസ്റ്റന്റ് ഇൻറ്റു എം റേസ് ടു എ ഇൻറ്റു വി റേസ് ടു ബി എന്ന് പറയാം. രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷൻ കൊടുക്കാം. എന്താണ് എനർജി ഡയമെൻഷൻ? എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ് എനർജിയുടെ ഡയമെൻഷൻ വരിക. കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്, നോക്കേണ്ട ആവശ്യമില്ല. മാസിന്റെ ഡയമെൻഷൻ എം തന്നെയാണ്. സോ എം റേസ് ടു എ. വെലോസിറ്റി എന്ന് പറയുന്നത് വരിക എൽ ടി റേസ് ടു -1 ആണ്. ഓൾ റേസ് ടു അവിടെ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കമ്പൈൻ ചെയ്യാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു മാറ്റമില്ല. ആരൊക്കെയാണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 അവിടെ ഉണ്ട്, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എമ്മിന് കമ്പൈൻ ചെയ്യാൻ ആരുമില്ല. സോ എം റേസ് ടു എ കൊടുത്തു. എല്ലിനെ കമ്പൈൻ ചെയ്യാൻ വേറെ ആരുമില്ല. സോ എൽ റേസ് ടു അവിടെ പവർ ഉണ്ട് അല്ലേ. സോ ഇവിടെ ആരുണ്ട്? എൽ റേസ് ടു ബി ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. സോ എൽ റേസ് ടു ബി അവിടെ ഉണ്ട്. ആൻഡ് ഫൈനലി ടി റേസ് ടു ഇവിടെ ആരുണ്ട്? -1 ഇൻറ്റു ബി ആണ്. ദാറ്റ് മീൻസ് -b വരും. ഓക്കെ, സോ ടി റേസ് ടു -b എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. മാസിന് നമ്മൾ കൊടുത്ത പവർ എന്താ? എ അല്ലേ. മാസിന്റെ ആക്ച്വൽ പവർ എത്രയാണ്? 1 ആണ്. സോ നമുക്ക് എന്ത് പറയാം, എ ഈക്വൽ ടു 1 എന്ന് പറയാം. സോ അത് കിട്ടി. ഓക്കെ, അതേപോലെ നമ്മളുടെ ലെങ്ത്തിന് നമ്മൾ കൊടുത്ത പവർ ബി ആണ്. അതേപോലെ ലെങ്ത്തിന് ആക്ച്വൽ പവർ എത്രയാണുള്ളത്? 2 ആണല്ലോ അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ബി ഈക്വൽ ടു 2 എന്ന് പറയാം. സോ എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ എയും ബി നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ അങ്ങനെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിട്ട് മാറി. സോ നമുക്ക് എന്ത് ചെയ്യാം, എനർജി ഇ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എ കോൺസ്റ്റന്റ് ഇൻറ്റു എം റേസ് ടു എ എന്ന് പറഞ്ഞാൽ 1 ആണ്, വി റേസ് ടു ബി എന്ന് വെച്ചാൽ 2 ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എം വി സ്ക്വയർ എന്ന് പറയാം. കോൺസ്റ്റന്റ് വാല്യൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് വാല്യൂ അവിടെ കൊടുക്കുകയും ചെയ്യാം.